മാധ്യമം എന്ന പദം ടെലിവിഷൻ മീഡിയ മുതൽ ബ്രോഡ്കാസ്റ്റ് എയർവേവുകളുടെ വിവരങ്ങൾ പങ്കിടുന്ന അച്ചടിച്ച പ്രമാണങ്ങളെ ആശ്രയിക്കുന്ന അച്ചടി മാധ്യമങ്ങൾ വരെയുള്ള വിവിധ ആശയവിനിമയ ഫോർമാറ്റുകളെ നിർവചിക്കുന്നു. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ കൈമാറുന്ന എല്ലാതരം മാധ്യമങ്ങളുടെയും ശേഖരത്തെ ടെലിവിഷൻ, പ്രിന്റ്, റേഡിയോ, ഇന്റർനെറ്റ് എന്നിവയുൾപ്പെടെ മാസ് മീഡിയ എന്ന് വിളിക്കുന്നു. പൗരന്മാർ മാധ്യമങ്ങളിലേക്ക് തിരിയുന്ന പ്രധാന കാരണങ്ങളിലൊന്നാണ് വാർത്തകൾക്കായാണ്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക സംഭവങ്ങളും വിവരങ്ങളും നിഷ്പക്ഷമായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്താണ് ഈ മീഡിയ ട്രയൽ? മീഡിയ ട്രയൽ ഒരു ബേസിക്കലി ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസമാണ്. അത് ഇന്ത്യയിൽ ലീഗലാണ്, പക്ഷേ അവരുടെ ഇമ്പാക്റ്റ് ഉണ്ട് മീഡിയയിൽ. ഇപ്പോൾ ഇമ്പാക്റ്റ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ന്യൂസ് കാണുന്നെങ്കിൽ അവർ ഒരു ഇമ്പാക്റ്റ് തരും ഈ ന്യൂസിൽ. എന്താണ് ഇയാൾ ചെയ്ത സിറ്റുവേഷന് നമ്മൾ ഒരു സിറ്റുവേഷൻ എടുക്കാം. ഇപ്പോൾ ഒരാൾ കോർട്ടിൽ അപ്പിയർ ചെയ്യാൻ പോവുക, പക്ഷേ അപ്പിയർ ചെയ്യാൻ പോകുന്ന മുമ്പ് ഈ മീഡിയ ട്രയൽ ചെയ്യും. മീഡിയ ട്രയൽ ചെയ്ത് കഴിഞ്ഞാൽ പറയാൻ പറ്റും ഇയാൾ ഇന്നസെൻ്റ് ആണോ ഗിൽറ്റിയാണ് കോർട്ടിൻ്റെ ഓർഡേഴ്സ് കിട്ടാൻ മുമ്പ്. അതാണ് രണ്ടായിരത്തി 12 ഡിസംബർ 16 ഒരു 23-year-old ഫിസിയോതെറാപ്പിസ്റ്റ് ഇൻറ്റേൺ ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ഫ്രണ്ടിലൂടെ ബസ് രാത്രിയിൽ പോകുമ്പോൾ 6 ആൾക്കാർ ആ ഡ്രൈവർ കൂടിയിട്ട് ആ കുട്ടീനെ റേപ്പ് ചെയ്തു. ആ കുട്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് ഇടിച്ചിട്ട് റോഡിലാക്കി സൈഡിൽ. ആൻഡ് ആ കുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു. 10 ദിവസം കഴിഞ്ഞാൽ ആ കുട്ടി സിംഗപ്പൂരിൽ ട്രാൻസ്ഫറായി ഒരു എമർജൻസിന്. ആൻഡ് സിംഗപ്പൂരിൽ എത്തി കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ ആ കുട്ടി മരിച്ചു. ഈ ട്രാജഡി ആൻഡ് ഈ സ്റ്റോറി എന്ന മുഴുവൻ ഇപ്പോൾ ഒരു സ്ത്രീ റെസിസ്റ്റൻസായി. കൺട്രിയിലല്ല, ഇന്ത്യയിലെ മാത്രമല്ല, മുഴുവൻ ലോകത്ത്. ഈ സ്റ്റോറി അർസ്ഥാത്ത മാർഗമായി സ്ത്രീകളുടെ റെസിസ്റ്റൻ്റായിരുന്നു. ഈ വിശേഷം ഇന്ത്യയിലും മാത്രമല്ല നിന്നില്ല, പക്ഷേ മുഴുവൻ ലോകത്തിൽ തന്നെ സ്പ്രെഡായി. ഇതിനെ തുടർന്നത് സ്ത്രീകളുടെ മധ്യ സുരക്ഷ ഉറപ്പാക്കൽ പ്രാജപ്പെട്ടെന്ന് ഫെഡറൽ സംസ്ഥാന സർക്കാരിൻ്റെ നിരവധി മാർക്കുകൾ രാജ്യത്ത് നടന്നു. ഈ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് നമ്മുടെ റാങ്ക് 2016 ഓൺവേർഡ്സ് നമ്മുടെ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് കറക്റ്റ് ഷേപ്പിലല്ല, പ്രോപ്പറായിട്ട് പോകുന്നില്ല, എല്ലാം നോർമലല്ല, ജസ്റ്റ് റോങ് ആയിട്ട് പോകണം. പക്ഷേ 2016 നിന്ന് നമ്മുടെ മീഡിയ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 133 ആയിരുന്നു. പക്ഷെ അതിന് എല്ലാം വർഷം ഡിക്രീസ് ആവുന്നുണ്ട് പറയുന്നത്. പക്ഷേ അത് ഡ്യൂ ടു RSFൻ്റെ റീസണിങ് എന്തായിരുന്നു അവർ പറഞ്ഞ് ഈ ജേർണലിസ്റ്റ് ഇപ്പോൾ അവർക്ക് ഫ്രീഡം തന്നെ ഇല്ല. അവർ തന്നെ ലോട്ട്സ് ഓഫ് അബ്യൂസുണ്ട്, ഹറാസിങ് ഉണ്ട്, ത്രെറ്റൻസ് കിട്ടുന്നുണ്ട് എല്ലാ ദിവസവും. അവർക്ക് തന്നെ ഫ്രീഡമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഇഷ്യൂ. സോ ജേർണലിസ്റ്റ് തന്നെ എസ്പെഷ്യലി കുറേ ദിവസം മുമ്പ് അവർക്ക് ലോട്ട്സ് ഓഫ് ഡേഞ്ചറും അപകടമുണ്ടായിരുന്നു. ഈ ഹിന്ദുവർത്ത സപ്പോർട്ടേഴ്സിന് തന്നെ അവർ ബ്ലൈൻഡ്ലി അടിക്കായിരുന്നു ഈ ജേർണലിസ്റ്റിന്. എന്താ അവർക്ക് ജേർണലിസ്റ്റ് എന്താ പറഞ്ഞ ഒരു അപ്പോസിങ് വ്യൂ ആയിരുന്നു. അതാണ് ഇഷ്യൂ. എല്ലാം സംസാരിക്കുന്ന മുറിച്ചുള്ള രാഷ്ട്രീയ ഐക്യം ആരംഭിക്കുന്ന ശക്തമായ ആയുധങ്ങൾ മദ്യമാണ്. പക്ഷേ ഈ മീഡിയന് കുറേ പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ് പറഞ്ഞാൽ മീഡിയ ബേസിക്കലി അവരുടെ പ്രൈമറി ഗോള് അവരുടെ എന്താണ്, അവർ പ്രോപ്പർ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം എല്ലാവർക്കും. ആൻഡ് സത്യമായിട്ട് ഇൻഫർമേഷൻ ആവണം, ഒരു ചേഞ്ച് ആയിട്ട് ആവണം, ഒരു റോങ് ഇൻഫർമേഷൻ ആവണം, കറക്റ്റ് ഇൻഫർമേഷൻ പ്രോപ്പറായിട്ട് കൊടുക്കണം. പക്ഷേ മീഡിയയുടെ ആ പവർ ഇല്ല. അത് എന്താക്കി മീഡിയയുടെ പവർ ഇപ്പോൾ എല്ലാം മീഡിയ കമ്പനീസ് പൊളിറ്റീഷ്യൻസാണ് റൺ ചെയ്യുന്നത്, രാഷ്ട്രീയ ആൾക്കാരാണ് റൺ ചെയ്യുന്നത്. ഈ രാഷ്ട്രീയ ആൾക്കാരിനാണ് പവർ ഉണ്ട്. ഈ എന്താ ന്യൂസിൽ വരണം, എന്താവണം, ഏത് പാർട്ടിയിൽ നിന്ന് കിട്ടണം, അങ്ങനത്തെ പൊളിറ്റിക്കൽ പാർട്ടീസാണ് ഇപ്പോൾ മീഡിയ ഹൗസസ് റൺ ചെയ്യുന്നത്. ഈ മീഡിയ പ്രൊപ്പറൈറ്റേഴ്സിന് തന്നെ പൊളിറ്റിക്കൽ ആൾക്കാരുണ്ട് അവരുടെ പിന്നിൽ. അവർക്ക് വ്യൂവർഷിപ്പും റീഡർഷിപ്പും കാണാൻ പറ്റും, എത്ര ഇത് പൈസ വേണം, എത്ര ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം ഈ പൊളിറ്റിക്കൽ ആൾക്കാർ. എക്സാമ്പിളായിട്ട് നമുക്കൊരു സീ ന്യൂസ് എടുക്കാം. അത് ഒരു സീ മീഡിയ കോർപ്പറേഷനാണ്, പക്ഷേ ഉടനെ ഒരു BJPയുടെ ആളാണ്. ആൻഡ് ഈ മീഡിയ തന്നെ അവരുടെ BJP ആൾക്കാരാണ് റൺ ചെയ്യുന്നത്. ആൻഡ് ഈ മീഡിയ കമ്പനി BJPയുടെ ആളുടെ ഓണർഷിപ്പിലാണ്. അവരുടെ പുതിയ ഓണർ ഡോക്ടർ സുഭാഷ് ചന്ദ്ര, അവരുടെ ഓണർ. പക്ഷേ ഒരു ഇൻഡിപെൻഡൻറ്റ് മെമ്പറായിരുന്നു രാജ്യസഭയിൽ. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പോൾ എല്ലാം ഒരു 10 മീഡിയ ഹൗസസ് എന്നെ പൊളിറ്റിക്കൽ പാർട്ടി ആൾക്കാരാണ് ഓടുന്നത്. സോ ആ പൊളിറ്റിക്കൽ പാർട്ടി ആളുകൾ ഈ മീഡിയ ഹൗസസ് റൺ ചെയ്യുന്ന അവർക്ക് തന്നെ കുറേ വ്യൂവർഷിപ്പും ആൻഡ് കുറേ വോട്ടേഴ്സ് കിട്ടാൻ പറ്റും. ആൻഡ് അവർക്ക് തന്നെ മുഴുവൻ
ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും. അതെന്താ ഇൻഫർമേഷൻ പറഞ്ഞാൽ ഈ പാർട്ടിയാണ് ബെസ്റ്റ്, ഇവർക്ക് തന്നെ വോട്ട് കൊടുത്താൽ മതി. നമുക്ക് കാണാനാകുന്നത് പോലെ ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ അവസ്ഥ ദയനീയമാണ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയപ്പെടുന്ന സർക്കാരിൻ്റെ ചൂട് പരിശോധനയാണ് ഇപ്പോൾ ഇവർ ഉപയോഗിക്കുന്ന ആയുധം. മാധ്യമ ചാനലുകളുടെയും മാധ്യമ സ്ഥാപനങ്ങളുടെയും എണ്ണം കൂടിയതിനാൽ ഈ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം താരതമ്യം ചെയ്യാൻ എളുപ്പമാകുന്നു. അത്തരത്തിൽ പല രാഷ്ട്രീയക്കാർക്കും വലിയ മാധ്യമ സ്ഥാപനങ്ങൾക്കും ഉടമസ്ഥാവകാശമുണ്ട്. അവളുടെ രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് കൊണ്ട് ഈ മാധ്യമ സ്ഥാപനങ്ങളെ നിയന്ത്രണം ചെയ്യുന്നു. സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ 150-ാം റാങ്ക് ഇതിൻ്റെ ഒരു പ്രത്യേക സൂചകമാണ്. എന്നിരുന്നാലും അത് അവിടെ അവസാനിക്കുന്നില്ല. മാധ്യമങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പ്രശ്നത്തെക്കുറിച്ചുള്ള അജ്ഞതയിൽ മാത്രം ഒതുക്കുന്നില്ല. വ്യാജവാർത്തകൾ, വസ്തുതാ കൃത്രിമത്വം, മന്ത്രവാദ പത്രപ്രവർത്തനം എന്നിവയിലൂടെ ഏതെങ്കിലും പ്രസ്ഥാനത്തെയോ എതിരാളികളെയോ അപകീർത്തിപ്പെടുത്താൻ രാഷ്ട്രീയ ഗ്രൂപ്പുകളോ സമ്പന്ന കൂട്ടായ്മകളോ സജീവമായി ഉപയോഗിക്കുന്നു. ഈ മീഡിയ ട്രയലുകൾ എന്ന് വിളിക്കപ്പെടുന്നവ വ്യാപകമായി ഉപയോഗിക്കപ്പെടുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നേരത്തെ ചർച്ച ചെയ്ത സഞ്ജയ് ദത്ത് കേസ് മന്ത്രവാദ പത്രപ്രവർത്തനത്തിൻ്റെയും വോട്ടർ രാഷ്ട്രീയത്തിൻ്റെയും പ്രധാന ഉദാഹരണമാണ്. അദ്ദേഹത്തെ കുറ്റക്കാരനാക്കി അവൻ്റെ ജീവിതം നശിപ്പിക്കാൻ ബന്ധപ്പെട്ട അധികാരികളിൽ സമ്മർദ്ദം ചെലുത്തുന്നു. സമാനമായ ഒരു കേസ് റിയ ചക്രവർത്തിയെ അപകീർത്തിപ്പെടുത്തുകയും അവിടെ മരിച്ചുപോയ ഒരു നടൻ്റെ കൊലപാതകി എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു. കർഷക കേസുകളിൽ നിന്ന് പൊതുജനങ്ങളെ വൃതിചലിപ്പിക്കാൻ സർക്കാർ ആഗ്രഹിച്ചതിനാൽ പൊതുജനങ്ങൾ ഒരു നല്ല കൊലപാതക കഥ ഇഷ്ടപ്പെടുന്നു. ആത്യന്തികമായ പത്രപ്രവർത്തനം സാങ്കേതിക വിദ്യയോ സാമ്പത്തികമോ അല്ല, മറിച്ച് ആളുകളെക്കുറിച്ചാണ്. തങ്ങൾക്ക് ഒരു സ്വതന്ത്ര മാധ്യമം ആവശ്യമില്ലെന്ന് ആളുകളെ കബളിപ്പിക്കാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ ആൽഗോരിതം പ്രാപ്തമാക്കിയ സമഗ്രാധിപത്യം ജനാധിപത്യത്തെ മറികടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മനുഷ്യരാശിക്ക് സ്വാതന്ത്ര്യത്തിനും തിരഞ്ഞെടുപ്പിനുമുള്ള അടിസ്ഥാന ആഗ്രഹം എങ്ങനെയെങ്കിലും നഷ്ടപ്പെടുകയാണെങ്കിൽ പത്രസ്വാതന്ത്ര്യത്തിൻ്റെ ഭാവി തീർച്ചയായും ഇരുണ്ടതാണ്. പക്ഷേ പത്രസ്വാതന്ത്ര്യം ഒരിക്കലും എളുപ്പം നേടിയെടുക്കുകയോ കൈമാറുകയോ ചെയ്തില്ല. പോരാട്ടത്തിൽ നിന്നും പരിണാമത്തിൽ നിന്നും അത് എപ്പോഴെങ്കിലും ഉയർന്നു വന്നു. ഇവ രണ്ടും നമ്മുടെ ഭാവിയിലെ തികച്ചും അനിവാര്യതകളാണ്. വരാനിരിക്കുന്ന സമ്പൂർണ്ണ നിരീക്ഷണത്തിൻ്റെ യുഗം വിസിൽ ബ്ലോവർമാരെ കണ്ടെത്തുന്നതും അജ്ഞാത ഉറവിടങ്ങൾ നിലനിർത്തുന്നതും കൂടുതൽ കഠിനമാക്കും. കൂടാതെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഓരോ ഘട്ടത്തിലും പൊതുജനങ്ങളിൽ എത്തുന്നത് തടയുന്നത് ശക്തർക്ക് കൂടുതൽ എളുപ്പമാകുകയും ചെയ്യും. ഗവൺമെൻറ്റുകൾ, ബിസിനസ്സുകൾ, മത അധികാരികൾ എന്നിവയെക്കുറിച്ച് ഒരു പരിശോധന നടത്തേണ്ടതിൻ്റെ ആവശ്യകത വാർത്താ മാധ്യമങ്ങളുടെ ആവശ്യം എന്നത്തേക്കാളും വലുതായിരിക്കും. അതിനുള്ള വിഭവങ്ങൾ കണ്ടെത്തുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഭീഷണികൾക്കൊപ്പം കൂടുതൽ കാര്യങ്ങൾ അളക്കാൻ കഴിയുന്നതിനാൽ ഡാറ്റ യുഗം പത്രപ്രവർത്തനത്തിൻ്റെ പുതിയ അവസരങ്ങൾ നൽകും. അവഗണിക്കപ്പെട്ട ഗ്രൂപ്പുകൾ കുറിച്ചുള്ള മുഖ്യധാര പത്രപ്രവർത്തനം മുതൽ പുതിയ ശബ്ദങ്ങൾ, ക്രൗഡ് സോഴ്സുകൾ അല്ലെങ്കിൽ പബ്ലിക് ജേർണലിസം വരെ വിവിധ കമ്മ്യൂണിറ്റികളും അവരുടെ താൽപ്പര്യങ്ങളും വാർത്തകളിൽ പ്രതിനിധീകരിക്കുന്നത് ഞങ്ങൾക്ക് ഇതിനകം കാണുന്നു. നല്ല പത്രപ്രവർത്തനത്തിനായുള്ള ആവശ്യം ഇതുവരെ ഇല്ലാതായിട്ടില്ല, അതിനുള്ള സാധ്യതയുമില്ല. എന്നാൽ ഈ ആവശ്യവുമായി പൊരുത്തപ്പെടാൻ ആവശ്യമായ വേഗതയും വഴക്കും ഇതിനകം അസാധാരണമാണ്. ഭാവി കൂടുതൽ വ്യക്തിപരമാക്കാൻ കൂടുതൽ ക്രോസ് മീഡിയ ഉപഭോഗം, കൂടുതൽ അനുഭവങ്ങൾ, വെല്ലുവിളികൾ, കാഴ്ചപ്പാടുകൾ, ശബ്ദങ്ങൾ എന്നിവ കൊണ്ടുവരും. ഇതിന് കൂടുതൽ കഴിവുകളും സർഗാത്മകതയും സഹാനുഭൂതിയും ആവശ്യമാണ്.